Hi friends, എൻ്റെ പേര് Ashwin Jaison. So ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയ സാംസങ്ങിൻ്റെ A53 5G എന്ന മോഡലിനെ കുറിച്ച് ഒന്ന് അൺബോക്സ് ചെയ്യാനും അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് പറയാൻ വേണ്ടിയാണ്. ഇതാണ് A53യുടെ ബോക്സ്. A53 5G എന്നെല്ലാം ഫ്രണ്ട് ചെയ്തിട്ടുണ്ട്. സാംസങ് എന്നുള്ള ലോഗോ വെച്ചിട്ടുണ്ട് ഫ്രണ്ട് പേജിൽ തന്നെ. പ്ലസ് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ അത് കുറച്ച് ഡിസ്ക്രിപ്ഷൻ ഉള്ളതാണ്. അതിൻ്റെ പ്രൈസും വേരിയൻറ്റും കളർ വേരിയൻറ്റും. ഇപ്പോൾ നമ്മൾ ഇത് അൺബോക്സ് ചെയ്യാൻ പോകുന്ന കളറ് ഒരു ബ്ലൂ കളറാണ്. ഓസം ബ്ലൂ എന്നാണ് ഈ കളറിന് പറയുന്നത്. ഇതൊരു 6GB 128 വേരിയൻ്റ് ആണ് ഈ മോഡൽ നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 38,990 ആണ് എൻ്റെ MRP കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഐ തിങ്ക് ഇന്ത്യൻ MRP ഇത്രയെല്ലാം ആണെങ്കിൽ പോലും യു വിൽ ഗെറ്റ് എ പ്രൈസ് ഓഫ് 35,000 അറൗണ്ടിൽ നിങ്ങൾക്ക് ഷോപ്സിലെല്ലാം ഇത് കിട്ടും എന്നാണ് തോന്നുന്നത്. ഇതെൻ്റെ കയ്യിലിരിക്കുന്ന മാർച്ചിലെ സ്റ്റോക്കാണ്. സോ ഇത് ലേറ്റസ്റ്റ് സ്റ്റോക്ക്. സോ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്. വീഡിയോസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ ബോക്സ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു പ്രീമിയം ഫോണാണ്. കാര്യം ഇപ്പോഴത്തെ സാംസങ്ങിൻ്റെ പ്രീമിയം ഫോൺസിനാണ് ഇതേപോലത്തെ സ്ലീക്കായിട്ടുള്ള ബോക്സ് വരുന്നത്. നമുക്കിത് തുറന്നു നോക്കാം. ഇതിൻ്റെ അകത്ത് എന്തോ ഒരു കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ബോക്സ് ചെറുതാക്കാൻ പറ്റുക. തുറന്നു നോക്കുമ്പോൾ അറിയാം എന്താണെന്നുള്ളത്. സോ ഇത് അൺബോക്സ് ചെയ്യുകയാണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഓസം ബ്ലൂ കളർ ഫോണുണ്ട്. സോ ഓണാക്കി വെച്ചു. ആൻഡ് ഇതിൻ്റെ അകത്തൊരു ബോക്സ് ഉണ്ട്, ഒരു പേപ്പർ ചെറിയൊരു ബോക്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് നോർമലി ഉള്ള പോലത്തെ ഒരു ഇജക്റ്റിംഗ് പിന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു C-to-C കേബിൾ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് മാനുവൽസ് എല്ലാം ഉണ്ട്. ഇതിനെക്കുറിച്ച് ടേംസ് എല്ലാം ആണ്. അതും ഇവിടെ നമുക്കിങ്ങനെ വയ്ക്കാം. സോ ഈ ബോക്സിൻ്റെ ഇത്രയും സാധനമേ ഉള്ളൂ. ഫസ്റ്റ് ടൈമാണ് എനിക്ക് തോന്നുന്നു ഒരു മിഡ് റേഞ്ച് ഫോണിൻ്റെ അകത്ത് സാംസങ് ചാർജർ ഒഴിവാക്കുന്നത്. സോ ഈ വട്ടം A53 5Gക്കകത്ത് ചാർജർ ഇല്ല. സോ ഇതിൻ്റെ ഓവറോൾ ഡിസൈനിൽ വലിയ ചേഞ്ച് ഉള്ള പോലും തോന്നുന്നില്ല. ലാസ്റ്റ് ടൈം ഉള്ള A52s നോക്കുവാണെങ്കിൽ വലിയ ചേഞ്ച് ഒന്നും ഉള്ളതുപോലെ തോന്നുന്നില്ല. പക്ഷേ ഡിസ്പ്ലേ ബ്രൈറ്റ്നെസ്സും കോൺട്രാസ്റ്റും എല്ലാം ഇച്ചിരി ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. പക്ഷേ അത് സാംസങ്ങിൻ്റെ ഒരു യുണീക്കായിട്ടുള്ള ഒരു കഴിവ് തന്നെയാണ്. ഇത്ര അടിപൊളി ഡിസൈൻ ഉള്ള ഏത് ഫോണായാലും ഇതിൻ്റെ അത് ഡിസ്പ്ലേ അടിപൊളിയാണ്. സോ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഡിസ്പ്ലേ ക്വാളിറ്റി അപാരമാണ്. ആൻഡ് എനിക്ക് തോന്നിയ പിന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിൽ ക്യാമറ മോഡ്യൂളിൽ ഉണ്ടായ ചേഞ്ചാണ്. അത് കുറച്ചുകൂടി ഒന്ന് ഒരു കർവി ആക്കി. നേരത്തെ ഭയങ്കര കട്ടിങ് എഡ്ജ് ആയിരുന്നു. സോ ആൻഡ് ബൾജി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്തത്. ദിസ് ടൈം ഇത് കർവി ആക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിൽ പ്ലാസ്റ്റിക് ബോഡി തന്നെയാണ്. ഫ്രണ്ടിലെ ഡിസ്പ്ലേ 5.6 ഇഞ്ചാണ്. AMOLED ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ അത് വേറൊരു ഇത് കാണിച്ചെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓഡിയോ ജാക്ക് എടുത്ത് കളഞ്ഞു. ലാസ്റ്റ് ടൈം ഉള്ള A52s ഓഡിയോ ജാക്ക് ഉണ്ടായിരുന്നു. ഈ വട്ടം 3.5 ഓഡിയോ ജാക്ക് എടുത്ത് കളഞ്ഞു. അതൊരു ഡിസപ്പോയിൻമെൻ്റ് ആണ്. അതർ ദാൻ ദാറ്റ് എല്ലാം പഴയതുപോലെ തന്നെ A52s സെയിം ഡിസൈൻ തന്നെയാണ്. പിന്നെ പിടിക്കാൻ കുറച്ചുകൂടി ഒരു സ്റ്റേഡി ആക്കിയിട്ടുണ്ട്. നല്ല കംഫർട്ടബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ദാറ്റ്സ് ദാറ്റ് അബൌട്ട് സീയിങ് ദ ഫോൺ ഔട്ട്സൈഡ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ഒരു 120 Hz എൻ്റെ ഡിസ്പ്ലേ ആണ്. സോ അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ഹാൻഡ്ലിംഗ് ആണ് വരുന്നത്. ഡിസ്പ്ലേ സൈഡിൽ നിന്ന് നല്ല സ്മൂത്തായിട്ട് ഫീൽ ചെയ്ത്. ആൻഡ് അതിൻ്റെ അത് ക്യാമറ ഇൻഫിനിറ്റി O ആണ് വരുന്നത്. അത് ഇതിൻ്റെ അകത്ത് എംബഡ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യുമ്പോൾ വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു ഇൻഫിനിറ്റി ഡിസ്പ്ലേ പോലെ തന്നെ വന്നിട്ടുണ്ട്. കുറച്ചെല്ലാം ബസ്സിൽ ഉണ്ട്. കുഴപ്പമില്ല. അത്യാവശ്യം ചേഞ്ചസ് എല്ലാ വട്ടവും വരുന്ന പോലെ തന്നെ A52s കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു ചേഞ്ച് ഫീൽ ചെയ്യുന്നില്ല ഈ ഫോണിൻ്റെ അകത്ത്. A53 5Gക്കകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ക്യാമറയെക്കുറിച്ചാണ്. ഇതിനകത്ത് 4 ലെൻസ് ബാക്കിൽ വരുന്നുണ്ട്. ഫ്രണ്ടിലൊരു ലെൻസും. ബാക്കിലുള്ള ലെൻസിൽ ഒന്ന് 64 MP പ്രൈമറി ലെൻസാണ്. അത് ഒരു സ്റ്റെബിലൈസ്ഡ് ലെൻസാണ്. സ്റ്റെബിലൈസ് ഫോർ ഷൂട്ട്സ് ആൻഡ് ഓൾ. പിന്നെ ഒരു 12 MP അൾട്രാ വൈഡും 5 MP ഡെപ്ത് ലെൻസും പിന്നെ ഒരു 5 MP മാക്രോ ലെൻസുമാണ് ഈ ക്യാമറയുടെ ബാക്കിൽ ആഡ് ചെയ്തത്. പിന്നെ ഒരു ഫ്രണ്ടിൽ 32 MP വൈഡ് ആംഗിൾ റേഞ്ചുള്ള ഒരു ലെൻസുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്.
ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി ഡേ ടൈമിൽ ഉള്ളതുപോലെ തന്നെ നമുക്ക് നൈറ്റിലും നല്ല സ്റ്റെബിലൈസേഷനും ഇതിൻ്റെ സ്പെഷ്യാലിറ്റി തന്നെ AIയും OISൻ്റെ ഒരു കോമ്പിനേഷൻ ആണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡേ ലൈറ്റിലുള്ള പോലത്തെ തന്നെ വീഡിയോസ് നമുക്ക് ലോ ലൈറ്റിങ്ങിൽ അതായത് നൈറ്റ് ടൈമിലും നമുക്ക് എടുക്കാൻ പറ്റും. സോ ദാറ്റ്സ് എ ഗ്രേറ്റ് ഇന്നോവേഷൻ ആൻഡ് എ ചേഞ്ച് മെയ്ഡ് ഫ്രം സാംസങ് ഓൺ A53 5G. ഇത് ഒരു IP67 റേറ്റിംഗ് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻറ്റ് ഫോണാണ്. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഗ്ലാസ് വേൾഡിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള Gorilla 5 ഗ്ലാസ് ആണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് ബാറ്ററി 5000 mAh ആണ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് ടൈം ഇത് 4500 ആണ് A52Sൻ്റെ അകത്ത് ഒരു 500 mAh ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സോ അതൊരു നല്ലൊരു ചേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യും. കാര്യം ഇത്രയും മിഡ് റേഞ്ച് സെഗ്മെൻറ്റ് എല്ലാവരും ആൾക്കാർ നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് അതിൻ്റെ ബാറ്ററി ലൈഫിലെല്ലാം ആണ്. സോ 5000 mAh ഇസ് എ ഗുഡ് പിക്ക്. ആൻഡ്രോയിഡ് 12 വേർഷൻ്റെ ഈ OSന് ഒരു 3 കൊല്ലം സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 4 കൊല്ലം സെക്യൂരിറ്റി പാച്ചും അവൈലബിൾ ആണ്. മാത്രവുമല്ല ഇതിൻ്റെ എക്സിനോസിൻ്റെ 1208 5nm പ്രോസസ്സറിൽ ഒക്ടാ കോർ 2.4 GHz വരെ സ്പീഡ് ലഭ്യമാണ്. ഇതിന് 2 വേരിയൻറ്റ്സ് അവൈലബിൾ ആണ്. ഒരു 6GB വേരിയൻറ്റും പിന്നെ ഒരു 8GB വേരിയൻറ്റ്. രണ്ടും 128GB ആണ് ഇൻറ്റേർണൽ സ്പേസ് വരുന്നത്. ഇതിൻ്റെ റാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെർച്വലി എക്സ്പാൻഡബിൾ ആണ്. അതായത് 6GBക്ക് അപ് ടു 12GBയും 8GBക്ക് 16GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് മൾട്ടി ടാസ്കിങ് എല്ലാം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു ഉപകാരപ്രദമായ സംഭവമാണ്. ഇനി മുതൽ ആരും പറയണ്ട ഈ 12GB ഫോണ് 16GB ഫോണ്. ഈ മിഡ് റേഞ്ച് ഫോണിൽ തന്നെ സാംസങ് വെർച്വലി റാം 16GB വരെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സാംസങ് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 25 watts ചാർജിങ് ആണ് ഉള്ളത്. അതിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് 45 65 ആക്കിയാൽ കൊള്ളാമായിരുന്നു. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ലൈക്ക് മൈ ചാനൽ ആൻഡ് കമൻറ്റ് ഇൻ ദ ബോക്സ്. സോ ഇനി ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ വീഡിയോസ് എല്ലാം വരുന്നുണ്ട്. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. പീസ് ഔട്ട്.